ഹായ് എവരി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, പുതിയ പ്ലാൻസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. വില കുറഞ്ഞിട്ടുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ കുറച്ച് പ്ലാൻസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസൊക്കെ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാൻസ് കിട്ടുക കേട്ടോ. അപ്പോൾ ഓരോ ചെടികളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓരോ പ്ലാൻസും കാണിക്കുമ്പോൾ സ്ക്രീനിൽ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൊറിയറായിട്ട് DTDC കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ അതെല്ലാം വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ആദ്യമായിട്ട് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ചെടികളാണ്. പിന്നെ അത് അടുത്തത് മറ്റൊരു ക്രോട്ടൺ വെറൈറ്റിയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ടൊക്കെ വളർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു വെരിഗേറ്റഡ് റിയോ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്നാണ് ഇതിൻ്റെ ഒരു പേര് വന്നിട്ടുള്ളത്. മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നിയോൺ പോത്തോസ് ആണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മാർബിൾ പോത്തോസ് ഉണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സെയിം സൈസ് ആയിരിക്കും. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്, ഇത് എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല സ്റ്റിക്കിലൊക്കെ പടർത്തി എടുത്താൽ അല്ലെങ്കിൽ നല്ല ആർച്ചൊക്കെ കെട്ടി നമുക്ക് പടർത്തി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് അഗ്ലോണിമയിലെ കോമൺ ആയിട്ട് കാണുന്ന റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, എന്നാലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അത് അടുത്തതായിട്ട് പപ്പായ എന്ന ഒരു വെറൈറ്റിയാണിത്. ഗ്രീൻ പപ്പായ എന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ചെറിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റാണിത്, പിങ്ക് അറോറ. ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും പ്ലാന്റ് കിട്ടുക കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ ബേൾ മാക്സ്. അപ്പോൾ ഇതിൻ്റെയും ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എപ്പീഷ്യയിൽ ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ്. റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട്. പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇത്രയായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്, ഡ്രസീന വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. പിന്നെ ഡ്രസീനയിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേഗം വേഗം കാണിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. പിന്നെ ഇത് പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇനി ബിഗോണിയുടെ കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതാ മറ്റൊരു വെറൈറ്റി ഈ കാണുന്നതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് ആണ്, പക്ഷേ ഒരുപാട് പേരെടുത്ത് ഇതൊന്നും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മെസ്സേജ് അയക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റ് കിട്ടുക. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളാം. നമ്മൾ ആദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും ആദ്യം നോക്കുക. അപ്പോൾ ബിഗോണി ഇത്രയും വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസൊക്കെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റി ഇതാണ്. ഇത് ഹെമലോമിന ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇനി സ്നേക്ക് പ്ലാന്റിൽ പെട്ട കുറച്ച് വെറൈറ്റീസാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റാണ്. ഇത് ഒരു 2 പ്ലാന്റ് മാത്രമേ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഇത് അലോക്കേഷ്യ ഫ്രൈഡക്കിൻ്റെ ചെറിയ തൈകളാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു വെൽവെറ്റ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനേക്കാളും നല്ല സൈസ് വരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കലാത്തിയ വെറൈറ്റി അവൈലബിൾ ആണ്. കലാത്തിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം സ്റ്റോക്ക് തീർന്നതാണ്. പിന്നെ ഈ ഒരു ഡ്രസീന വെറൈറ്റിയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളത് ഈ ഒരു ചെടിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിനി കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ്. ഇത് ഡൈഫൻബേക്കിയ വെറൈറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണിച്ച ചെടികൾ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളാം. പിന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഇപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളാണ്. അതിൻ്റേതായ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.